ശ്രീ ആരിഫ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അഫ്രീദി നടത്തിയ പരാമർശം എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. നിസ്സഹായരായ 26 മനുഷ്യരെ മതം നോക്കി വെടിവെച്ച് കൊന്ന ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ക്രൂരകൃത്യത്തെ ഒരു പടക്കം പൊട്ടിയതുപോലെ എന്ന ലാഘവത്തോടെ കണ്ട ഭീകര മനസ്സിന് ഉടമയായ അഫ്രീദിക്കാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരുപറ്റം മലയാളികൾ വീരോചിത സ്വീകരണം നൽകിയത്. മലയാളികൾക്ക് ഇതിൽ പരം ഒരപമാനമുണ്ടോ? ഇത്രയും നികൃഷ്ടമായ വർഗത്തിൻ്റെ ദേശവിരുദ്ധതയല്ലേ ഇതുവഴി അനാവൃതമായിരിക്കുന്നത്? ആരിഫ്, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും. ഇതിലൂടെ പുറത്തേക്ക് വരുന്ന പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ചിത്രം അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇവിടെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൗചിത്യമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് അതാണ്. രണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടു. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യം, ആ ശത്രു രാജ്യത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി അഫ്രീദി ഇതുപോലെ അറ്റാക്ക് നടന്ന സമയത്ത്, പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് അതിനെ പുകഴ്ത്തുകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി ഒരു വശത്ത് നിൽക്കുന്നു. ആ വ്യക്തിയെ ഇതുപോലെ ഒരു വേദിയിലേക്ക് ആനയിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതങ്ങനെ ആനയിച്ചിട്ടില്ല, വന്നു കയറിയതാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതിലൊരു തിരുത്ത്, ഒരു പ്രശ്നം, അങ്ങനെയല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില തിരുത്തുകൾ അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ വീഡിയോ കാണുന്നത് ആനയിച്ചുകൊണ്ട് വരുന്നതും അവിടെ വേദിയിലുണ്ടായിരുന്ന ആ ഒരു മേളം അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പിന്നീട് അഫ്രീദി അവിടെ സിക്സർ അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ചില കാര്യങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ചേരാതെ പോകുന്നത് നമുക്കവിടെ കാണാൻ കഴിയാണ്. ഇതെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഈ ശത്രു രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമില്ല. അത് പൊസിഷൻ എൻ്റെത് ക്ലിയറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് അവിടെയുള്ള ചില വിഷയങ്ങളുടെ പേരിൽ താൽക്കാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഉള്ള എല്ലാ മനുഷ്യരും, അവിടെയുള്ള സിവിലിയൻസ് മുഴുവൻ ഇന്ത്യക്കാരുടെ ശത്രുവാണ് എന്നോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ പാകിസ്ഥാൻ്റെ ശത്രുവാണോ എന്ന രീതിയിലോ ഒരു നറേഷൻ അതിവിടെ ഇപ്പോൾ ഉടലെടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് പുഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനോടുള്ള വിയോജിപ്പ് ആദ്യമേ അറിയിച്ചുകൊണ്ട് എന്നാൽ ഇതിനകത്ത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പാകിസ്ഥാനിയായിട്ടുള്ള അഫ്രീദിയൊന്നും അല്ലാതെയുള്ള ഏതെങ്കിലും ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഇപ്പോൾ ഈ ഒരു വിഷയം നടക്കുമ്പോൾ പോലും ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അവിടുത്തെ നേതാക്കൾ പാകിസ്ഥാനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരുന്നു ഈ വേദിയിൽ വന്നത്, അതിന് പിടിച്ചു കയറി വന്നതായാലും ശരി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ രീതിയിലല്ല എടുക്കുക. അവിടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം എന്താണ്, അവിടെ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ അവിടെയുള്ള ഒരു സിവിലിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവരോട് ഒരു റെസ്പെക്റ്റ് കൊടുക്കാം. കാരണം അതൊരു സാമാന്യമായ മര്യാദയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അഫ്രീദി ഇന്ത്യയെ ഇകഴ്ത്താനും അതോടൊപ്പം തന്നെ ടെററിസ്റ്റുകൾക്ക് വാഴ്ത്തുപാട്ട് പാടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാകുമ്പോൾ അവിടെയുള്ള സൈനിക നടപടിയെ, അവിടെ നിന്നുണ്ടായിട്ടുള്ള ആ തീവ്രവാദ നടപടിയെല്ലാം ഒരേപോലെ അതിനെ ആശ്ലേഷിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇന്ത്യക്കെതിരായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു വശത്ത് നടക്കുമ്പോൾ, ഇതിലൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ലോകം സഞ്ചരിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു ചെയ്തി ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ഓൾ പാർട്ടി ഡെലിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ നീക്കത്തിൻ്റെ അതിൻ്റെ എഫക്റ്റിനെ പോലും വെള്ളം ഒഴിച്ച് അതിനെ ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്കും കൂടിയാണ് ഇത് കൊണ്ടെത്തിച്ചതെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇതിനെ ഞാൻ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഒരു വീണ്ടും വിചാരമില്ലായ്മ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അതവിടെ കൊടുക്കാതെ പോയതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം തന്നെ മൊത്തത്തിൽ, അത് കേരളം, മലയാളികൾ ഉള്ള നിലയ്ക്ക് ഇതിന് ഒരു വഴി ഒരുക്കിയത് നമ്മളുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ കൂടി ആകുമ്പോൾ ഇത് സത്യത്തിൽ ഒരു തെറ്റായ സന്ദേശമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ കാരണം ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കുക, അതിനെ നിസ്സാരവൽക്കരിക്കുക, തീവ്രവാദികൾക്ക് സപ്പോർട്ടും കൊടുക്കുക, നമ്മൾ നടത്തിയ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആ ഒരു സംഗതിയെ പോലും
വില മതിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം നടത്തിയിട്ടുള്ള ആ ഒരു സംഗതിയെ അതൊരു വശത്ത് ചെയ്യുമ്പോൾ അഫ്രീദി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ബലമേൽകുന്ന അല്ലെങ്കിൽ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ആക്ഷൻ കൂടിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത്തരത്തിൽ നോക്കുമ്പോഴാണ് ഈ നടപടി തികച്ചും തെറ്റായതാണെന്ന് പറയേണ്ടി വരുന്നത്.